നമസ്കാരം. ഈ ബസ്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒട്ടേറെ പുതിയ സിനിമകളുടെ ട്രെയിലറുകളും ടീസറുകളും കണ്ട ആഴ്ചയാണ് കടന്നു പോകുന്നത്. ഒപ്പം ദീപാവലിക്ക് എത്തുന്ന വലിയ സിനിമകളും. തമിഴിൽ നിന്ന് 2 ചിത്രങ്ങൾ, ബോളിവുഡിൽ നിന്ന് 2 സിനിമകൾ. അങ്ങനെ ഇത്തവണ ദീപാവലിക്ക് ഒട്ടും വർണ്ണ കുറവില്ല. എന്തായാലും തമിഴിലെ സിനിമകൾ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദീപാവലിക്കായി കാത്തിരുന്നത്. കാർത്തിയുടെ കശ്മാര, ഒപ്പം തന്നെ ധനുഷിൻ്റെ കൊടി. ஏழு ஜென்மத்தின் பிறவிப் பயனும் தவமும் வில்லாயந்த தீவினையை துளைக்கும். எந்த ஒரு வில்லுக்கும் பொருத்தமான അമ്പ് தேவை. കാർത്തിയുടെ കരിയറിലെ ഏറ്റവും ചെലവേറിയ ചിത്രമാണ് വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തിയ കാശ്മോര. പഴയകാലവും പുതിയ കാലവും കോർത്തിണക്കി അവതരിപ്പിക്കുന്ന ഈ ഫാൻസി ത്രില്ലർ സംവിധാനം ചെയ്തത് ഗൂഗിൾ. 3 വ്യത്യസ്ത വേഷങ്ങളാണ് സിനിമയിൽ കാർത്തി. നായികയായ നയൻതാരയും ശക്തമായ സാന്നിധ്യമാകുന്നു. ശ്രീദിവ്യ, വിവേക് തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ. സന്തോഷ് നാരായണനാണ് കാശ്മോരയ്ക്ക് സംഗീതം നൽകിയത്. തെലുങ്കിലും സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. நம்ம பொழப்புக்காக அரசியலுக்கு வந்தவங்க. அவன் பிறந்ததே அரசியலுக்காகத்தான். உயிர் ஒரு உயிராய் அவதரிக்க இருட்டினை புது கதிராய் வந்தது, வாழ்ந்தது, செஞ்சது, சேர்த்ததுங்கிறத விட நமக்கு அப்புறம் இது நின்னதுங்கிறதாண்டா மேட்ரு. കാർത്തി 3 വേഷത്തിലെത്തുമ്പോൾ ധനുഷ് 2 ഗെറ്റപ്പിലെത്തുന്ന ചിത്രമാണ് കൊടി. RS ദുരൈ സെന്തിൽകുമാറാണ് ഈ പൊളിറ്റിക്കൽ ത്രില്ലർ സംവിധാനം ചെയ്തിരിക്കുന്നത്. കാക്കി സട്ടൈ, എതിർനീച്ചാൽ എന്നീ സിനിമകൾക്ക് ശേഷമാണ് സെന്തിൽകുമാർ ധനുഷിനൊപ്പം കൂട്ടുചേരുന്നത്. തൃശയ്ക്കൊപ്പം മലയാളി താരം അനുപമ പരമേശ്വരനും സിനിമയിൽ നായികാവേഷത്തിലുണ്ട്. കൊടിക്കും സംഗീതം നൽകി ദീപാവലിയിലെ സംഗീതാഘോഷം സന്തോഷ് നാരായണൻ സ്വന്തമാക്കുന്നു. പാകിസ്ഥാൻ താരത്തിന്റെ സാന്നിധ്യം കൊണ്ട് വിവാദത്തിലകപ്പെട്ടുപോയ ഏ ദിൽ ഹേ മുഷ്കിലാണ് ബോളിവുഡിലെ പ്രധാന ദീപാവലി റിലീസ്. കരൺ ജോഹർ സംവിധാനം ചെയ്ത ഈ ത്രികോണ പ്രണയകഥയിൽ രൺബീർ കപൂറാണ് നായകൻ. ഐശ്വര്യ റായിയും അനുഷ്ക ശർമ്മയുമാണ് നായികമാർ. ഐശ്വര്യയും രൺബീറും തമ്മിലുള്ള ചൂടൻ രംഗങ്ങൾ സിനിമയിലെ ആകർഷണ ഘടകമാകുമെന്ന് കരുതിയെങ്കിലും സെൻസറിന്റെ കത്രിക കാര്യമായി സിനിമയെ മുറിവേൽപ്പിച്ചതോടെ അത് നഷ്ടമായി. പ്രീതമാണ് ചിത്രത്തിന് സംഗീതം നൽകിയത്. जिसके ना आगे कोई हो ना पीछे, वो सारी जिंदगी सिर्फ एक ही चीज ढूंढता है, फैमिली. सर्दी में ठहरते हाथों को मेरे. അജയ് ദേവ്ഗന്റെ ശിവായാണ് മറ്റൊരു വലിയ റിലീസ്. നിർമ്മാണവും സംവിധാനവും എല്ലാം അജയ് ദേവ്ഗൻ തന്നെ നിർവഹിച്ച സിനിമ ആക്ഷൻ ത്രില്ലറാണ്. ബൾഗേറിയ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ആഡംബരപൂർവ്വം ചിത്രീകരിച്ച സിനിമയാണ് ശിവായ്. വിദേശ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. മിഥുനാണ് സംഗീതം നൽകിയത്. ഇനി എന്തായാലും ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വരാൻ പോകുന്ന വലിയ സിനിമകളെക്കുറിച്ച് തന്നെയാകാം. ആദ്യം വിജയ് ചിത്രം ഭൈരവ. ഭരതൻ സംവിധാനം ചെയ്യുന്ന ഈ ആക്ഷൻ ത്രില്ലറിൽ 2 ഗെറ്റപ്പിൽ വിജയ് എത്തുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ടീസറിൽ 1 ഗെറ്റപ്പ് മാത്രമേ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. മലയാളി താരം കീർത്തി സുരേഷാണ് നായികാവേഷത്തിൽ. അപർണ വിനോദ്, ഒപ്പം തന്നെ സിജ റോസ് എന്നീ മലയാളി താരങ്ങളും ചിത്രത്തിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. എന്തായാലും ടീസർ പുറത്തിറങ്ങിയിരിക്കുന്നു. വിജയ് ആരാധകർ വലിയ തോതിൽ തന്നെ ആവേശം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. தெரிஞ்ச எதிரியோட தெரியாத எதிரிக்குதான் அல்லு அதிகமா இருக்கணும். விளையாடலாமா? ஊரை கேட்டா தெரியும்.
இன்னைக்கு நிறைய பேர்கிட்ட இல்லாத ஒரு கெட்ட பழக்கம் என்கிட்ட இருக்குது. நீ என்ன பெரிய வசூல் மன்னனா? தெரியல, அப்படிதான் பேசிக்கிறாங்க. எப்ப வரும்னு சொல்லணுமா? എന്തായാലും വിജയുടെ ഭൈരവ എത്തിയതിന് പിന്നാലെ തന്നെ സൂര്യയുടെ സിംഗം 3യും സാന്നിധ്യം അറിയിക്കുകയാണ് ഒരു മോഷൻ പോസ്റ്ററിലൂടെ. ഹരി തന്നെ സംവിധാനം ചെയ്യുന്ന സിംഗം പരമ്പരയിലെ 3ാമത്തെ ചിത്രത്തിൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. എന്തായാലും കഴിഞ്ഞ റിലീസുകളൊന്നും ബോക്സ് ഓഫീസിൽ വലിയ വിജയമാകാത്തതിൻ്റെ ക്ഷീണം സൂര്യ സിംഗം 3യിലൂടെ മറികടക്കുമെന്ന് പ്രതീക്ഷ. എന്തായാലും റിലീസൊന്നും തീരുമാനമായിട്ടില്ല, പക്ഷേ മോഷൻ പോസ്റ്റർ ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു മോഷൻ പോസ്റ്റർ ഉണ്ട്, ബാഹുബലി 2-ൻ്റേത്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം. ഒരുപക്ഷെ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ് ബാഹുബലി 2. ഏപ്രിൽ 28-ന് തിയേറ്ററുകളിലേക്ക് എത്താൻ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുന്ന സിനിമയുടെ മോഷൻ പോസ്റ്ററിൽ അതിൻ്റെ പഴയ പശ്ചാത്തല സംഗീതത്തിൻ്റെ ഒരു പുതുമയാർന്ന അവതരണം കൂടി ഉണ്ട് എന്നതാണ് പ്രത്യേകത. साहोरे बाहुबली बड़ी 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 राभड़ी साहोरे बाहुबली. ഇനിയൊരു മലയാള സിനിമയിലേക്കാണ്. കട്ടപ്പനയിലെ ഋതിക് റോഷൻ. വ്യത്യസ്തമായ ഈ പേര് തമാശകൾക്ക് ഏറെ ഇടമുണ്ടാക്കുന്ന സിനിമയാകും എന്ന് നമുക്കെന്തായാലും ഉറപ്പ് നൽകുന്നുണ്ട്. ചിത്രം സംവിധാനം ചെയ്യുന്ന നാദിർഷ കൂടിയാണ്. ചിത്രത്തിലെ പാട്ടുകൾക്ക് ഈണമിട്ടതും നാദിർഷയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന താരമാണ് ചിത്രത്തിൽ നായക വേഷത്തിൽ എത്തുന്നത്. നവംബർ 11-നാണ് സിനിമയുടെ മച്ചാനെ തപ്പടിക്കിട തകിലടിക്കിട നീ ഒരു റസാത്തെ ആശപ്പെട്ടൊരു യോഗമെത്തിയടേ. സാറിന്റെ അടുത്ത പടത്തിൽ ഒരു വേഷം തന്നെ പോയിരിക്കും ഞാൻ. അവൻ ഫോട്ടോ ജനിക്കാണ്. എന്താണ് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരെ അഭിനയിക്കാറുകൂടാ. വല്ല റബ്ബർ വെട്ടാൻ പോണ്ടവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും. ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തിവെച്ചാലും ഒടുക്കത്തെ ഗ്ലാമറാ നീ. ഇനി അവൻ ഏതെങ്കിലും സുന്ദരിയായ പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണമെന്നാ പറയുന്നത്. അഴകേ അഴകേ നനു നനവീഴും മഴയേ. ഒരുപാട് സൗന്ദര്യമുള്ള പെൺപിള്ളേർക്കൊന്നും ബുദ്ധി ഉണ്ടാവൂല. ഓലമടലോ അത് മയിൽപീലിയാ. കൂടുതൽ സിനിമാ കാഴ്ചകളിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.